അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് കൺട്രോൾ വാൽവിൻ്റെ കുറച്ച് കണക്ഷൻസ് ആണ്. അതിൽ പ്രോസസ് കൺട്രോൾ, ഓക്സിലറി യൂണിറ്റ് ഓഫ് കൺട്രോൾ വാൽവ്. കൺട്രോൾ വാൽവിൽ കണക്ട് ചെയ്യേണ്ട കുറച്ച് ഡിവൈസസുകളെ പറ്റിയാണ് നമുക്ക് അടുത്തായി പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം ആണ്. ഡയഗ്രം കാണുമ്പോൾ ശ്രദ്ധിക്കുക. ഇതിൽ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം, ഹെഡിങ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ഫ്ലാപ്പർ. ഈ നീളത്തിലുള്ള ഇതാണ് ഫ്ലാപ്പർ. അതിവിടെ പിവട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാപ്പറിന്റെ മോഷൻ ശ്രദ്ധിക്കുക, അപ്പ് ആൻഡ് ഡൗൺ മോഷൻ ആണ് ഇവിടെ. ഇതാണ് നോസിൽ, ഈ കാണിച്ചിരിക്കുന്നത് നോസിൽ. അതുകൊണ്ട് തന്നെ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഫ്ലാപ്പർ, താഴെയുള്ളത് നോസിൽ. നോസിലിന് ഇവിടെ ഹോളാണ്, ഇവിടെ ഒരു ഹോൾ ഉണ്ട്. ബാക്കി സപ്ലൈ പ്രഷർ ഇവിടെ ഉണ്ട്, സപ്ലൈ പ്രഷർ, സിഗ്നൽ പ്രഷർ. ഇവിടെ ഒരു ചെറിയ റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സപ്ലൈ പ്രഷർ കൊടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 20 PSI പ്രഷർ ഇവിടെ സപ്ലൈ കൊടുക്കുകയാണ്. 20 PSI കൊടുത്തു കഴിഞ്ഞാൽ ഈ 20 PSI പ്രഷറിന്റെ കുറെ ഇതിലെ വന്ന് കുറച്ച് ഇതിലെ ലീക്കാവും, പുറത്തേക്ക് ലീക്കായി ബാക്കി ഈ സിഗ്നൽ പ്രഷറായിട്ട് പുറത്തേക്ക് വരും. സിഗ്നൽ പ്രഷറാണ് നമുക്ക് വേണ്ട ഔട്ട്പുട്ട് പ്രഷർ. ഇതുകൂടി പറയാം. സപ്ലൈ പ്രഷർ നമ്മൾ ഇവിടെ കൊടുക്കുന്നു, 20 PSI ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നു. 20 PSI ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 20 PSI നേരെ ഇവിടെ വരും, അതുപോലെ തന്നെ ഇവിടെയും വരണം. പക്ഷെ ഇവിടെ കുറച്ച് ഗ്യാപ്പ് ഉള്ളത് കൊണ്ട്, ഇത് ഗ്യാപ്പ് കാണുന്നുണ്ട്, ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കുറെ പ്രഷർ ഇതിലെ പോവും. ഒരു 3 PSI ഇവിടെ പോകുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 5 PSI ഇതിലെ ലീക്ക് ആയി പോവും. ബാക്കി 15 PSI ഇവിടെ കിട്ടും എന്ന് വിചാരിക്കുക. ഈ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. പിന്നെ ഈ പിവട്ട് ഇവിടെ ഉണ്ട്, ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ ഫ്ലാപ്പർ കൊണ്ട് ഇത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയി താഴോട്ടേക്ക് മൂവ് ചെയ്യാന്ന് വിചാരിക്കുക. ഈ ഫ്ലാപ്പർ താഴോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്. ഫ്ലാപ്പർ താഴോട്ടേക്ക് മൂവ് ചെയ്ത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് അടഞ്ഞു പോകും. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിടുന്ന 20 PSI ആണ്, ഫുൾ 20 PSI നമുക്ക് ഇതിലെ പുറത്തേക്ക് കിട്ടും. ഇവിടെ പറയാം, ഈ ഫ്ലാപ്പർ താഴോട്ടേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ, താഴോട്ട് മൂവ് ചെയ്ത് ഫുള്ള് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ക്ലോസ് ആവും. ഇത് കംപ്ലീറ്റ് ക്ലോസ് ആയി പോകും. ക്ലോസ് ആയി പോകുമ്പോൾ ഇവിടെ 20 PSI കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ 20 PSI നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ടിലേക്ക് 20 PSI വരും. ഇനി ഫ്ലാപ്പർ മുകളിലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ജസ്റ്റ് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പ്രഷർ മാത്രമേ ഇതിൽ ലീക്ക് ആയി പോവുള്ളൂ. 20 PSI വിട്ട് കഴിഞ്ഞാൽ ഒരു 1 PSI ഇതിൽ ലീക്ക് ആവും. ബാക്കി മുഴുവൻ നമുക്ക് ഇങ്ങോട്ടേക്ക് കിട്ടും. അപ്പോൾ ഫ്ലാപ്പർ പിന്നെയും കുറച്ച് മുകളിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ പ്രഷർ ഇതുവഴി ലീക്ക് ആവും. ബാക്കി കുറച്ച് പ്രഷർ ഇങ്ങോട്ടേക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഫ്ലാപ്പർ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിഗ്നൽ പ്രഷർ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. സപ്ലൈ പ്രഷർ കോൺസ്റ്റന്റ് ആണ്, 20 PSI ആണ്. 20 PSI ആണെന്ന് അസ്യൂം ചെയ്യാം, സപ്ലൈ PSI. അപ്പോൾ ഈ ഫ്ലാപ്പറിന്റെ മോഷൻ അനുസരിച്ച് നമുക്കിവിടെ ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രഷറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഈ ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഒരിക്കൽ കൂടി ഇതിന്റെ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫ്ലാപ്പർ നോസിൽ സിസ്റ്റത്തിൽ പ്രധാനമായിട്ടുള്ളത് ഒരു പിവട്ട് വെച്ചിട്ട് ഒരു ഫ്ലാപ്പർ ഉണ്ട്. ഫ്ലാപ്പർ, ഒരു റോഡ്. ഈ കാണിച്ചിരിക്കുന്നതാണ് നോസിൽ. നോസിലിന്റെ ഒരൊറ്റ ഇവിടെ ഹോളാണ്. സപ്ലൈ പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഫ്ലാപ്പർ ഉണ്ട്. ഫ്ലാപ്പർ, ഇവിടെ നോസിൽ, സപ്ലൈ പ്രഷർ 20 PSI ആയി നമ്മൾ അസ്യൂം ചെയ്യാം. 20 PSI ഇവിടെ കൊടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ, ഫ്ലാപ്പർ താഴെ വന്ന് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ കൊടുക്കുന്ന 20 PSI മുഴുവൻ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. ഫ്ലാപ്പർ കുറച്ച് ഇവിടുന്ന് മുകളിലേക്ക് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ഈ വരുന്ന 20 PSI പ്രഷറിൽ കുറച്ച് ഇതിലെ ലീക്ക് ആവും. ബാക്കി ഇങ്ങോട്ടേക്ക് കിട്ടും. 20ൽ ഒരു PSI ഇങ്ങോട്ട് ലീക്ക് ആവുകയാണെങ്കിൽ ബാക്കി 19 PSI ഇങ്ങോട്ട് കിട്ടും. ഫ്ലാപ്പർ പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ലീക്ക് ആവുന്നതിന്റെ അളവും കുറച്ച് കൂടും.
അപ്പോൾ ഫ്ലാപ്പറിന്റെ ഈ പൊസിഷൻ അനുസരിച്ച് മുകളിലേക്ക് പോകുന്നതിനനുസരിച്ച് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രഷറിന്റെ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോൾ ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രഷറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം നമുക്ക് ഉപയോഗപ്പെടുത്താം. അതാണ് ഈ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റത്തിന്റെ അഡ്വാൻറ്റേജ്. ഇനി അതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ശ്രദ്ധിക്കുക. സിഗ്നൽ പ്രഷർ വേഴ്സസ് ഗ്യാപ്പ് ഡിസ്റ്റൻസ്. നമ്മൾ 20 PSI കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് തീരെ ഇല്ല എങ്കിൽ ഫുൾ 20 PSI നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് ഈ ഡയഗ്രം നോക്കിയാൽ മനസ്സിലാവും, ഗ്യാപ്പ് ഇങ്ങോട്ട് പോകുമ്പോൾ കൂടി വരും. ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് പ്രഷർ കുറഞ്ഞു വരും. പുറത്തെ ഔട്ട്പുട്ട് കിട്ടുന്ന പ്രഷറിന്റെ അളവ് വളരെ കുറവായിരിക്കും. കുറഞ്ഞ് മാക്സിമം ഗ്യാപ്പ് ആയി കഴിഞ്ഞാൽ പ്രഷർ വളരെ കുറയും. ഇതാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് എ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഡയഗ്രം ഒന്നുകൂടി നോക്കാം. ഗ്യാപ്പ് തീരെ ഇല്ല എന്ന് പറഞ്ഞ മീനിങ് ഇത് കംപ്ലീറ്റ് ഇവിടെ വന്ന് അടഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ കൊടുക്കുന്ന പ്രഷർ ഫുൾ ഇവിടെ കിട്ടും. അങ്ങനെയാണ് ഇത് കാണുന്നത്. ഗ്യാപ്പ് തീരെ ഇല്ലെങ്കിൽ, വളരെ കുറവാണെങ്കിൽ സപ്ലൈ പ്രഷർ മുഴുവൻ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഗ്യാപ്പ് കൂടുന്നതിനനുസരിച്ച് കിട്ടുന്ന പ്രഷറിന്റെ അളവ് കുറഞ്ഞു വരും. നോക്കുക, ഗ്യാപ്പ് ഇടുന്ന ഇത് ഫ്ലാപ്പർ മുകളിലേക്ക് വരുമ്പോൾ ഗ്യാപ്പ് കൂടി വരും. ഗ്യാപ്പ് കൂടി വരുമ്പോൾ കൂടുതൽ പ്രഷർ ലീക്ക് ആയിട്ട് കുറച്ച് പ്രഷർ മാത്രം ഔട്ട്പുട്ടിലേക്ക് കിട്ടുള്ളൂ. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് വൺ, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇൻസ്ട്രുമെന്റേഷനിൽ ഒരു ഡിവൈസസ് ആണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. I2P കൺവേർട്ടർ എന്ന് കൂടി പറയും. I2P കൺവേർട്ടർ അല്ലെങ്കിൽ കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. എങ്ങനെ ഒരു കറണ്ടിനെ പ്രഷറാക്കി നമ്മൾ കൺവേർട്ട് ചെയ്യാം? ഇൻഡസ്ട്രിയിലൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഡിവൈസസുകളിൽ ഒന്നാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. നേരത്തെ നമ്മൾ പറഞ്ഞ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. കാണുമ്പോൾ മനസ്സിലാവും ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. ഈ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റത്തിൽ പിവേർട്ട് ഇവിടെ ഉണ്ട്, ഫ്ലാപ്പർ ഇത് അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, നോസിൽ ഇവിടെ ഉണ്ട്. സപ്ലൈ പ്രഷർ നേരത്തെ പറഞ്ഞ പോലെ 20 PSI ഇവിടെ ഉണ്ട്, സപ്ലൈ പ്രഷർ കൊടുത്തിട്ടുണ്ട്. സപ്ലൈ പ്രഷർ ഇതുവഴി പുറത്തേക്ക് വരും. ഇവിടെ പുറത്തേക്ക് വരുന്ന സിഗ്നൽ പ്രഷറാണ് 3 to 15 PSI നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. 20 PSI ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലീക്കായി ബാക്കി കിട്ടുന്ന 3 to 15 PSI. അതെങ്ങനെ കൺട്രോൾ ചെയ്യാന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറണ്ടിന്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് വേരിയബിൾ കൺട്രോൾ റേഞ്ച് എന്ന് പറയുന്നത് 4 to 20 milliampere ആണ്. ഏറ്റവും ലോ എന്ന് പറയുന്നത് 4 milliampere മാക്സിമം എന്ന് പറയുന്നത് 20 milliampere ആണ്. നേരത്തെ പറഞ്ഞു കറണ്ടിന്റെ ഇൻഡസ്ട്രിയൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 4 milliampere to 20 milliampere പ്രഷറിന്റെ ഇൻഡസ്ട്രിയൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ 3 PSI to 15 PSI ആണ്. 4 milliampere കറണ്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടിൽ 3 PSI വരണം. 20 milliampere കറണ്ട് കൊടുക്കുമ്പോൾ ഔട്ട്പുട്ടിൽ 15 PSI വരണം. അപ്പോൾ 4 മുതൽ 20 വരെ milliampere ഇവിടെ വേരി ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ടിൽ പ്രഷർ 3 PSI മുതൽ 15 PSI വരെ ആയിരിക്കണം. അതാണ് ഇതിന്റെ മീനിങ്. അതാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. കറണ്ട് 4 milliampere to 20 milliampere ആവുമ്പോഴേക്കും പ്രഷർ 3 PSI to 15 PSI ആയിരിക്കണം. അതിനു വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതിന് പറയുന്ന പേരാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. ഇതിന് പ്രധാനമായിട്ടും വേണ്ടത് സപ്ലൈ പ്രഷറാണ്. 20 PSI സപ്ലൈ പ്രഷർ ഇവിടെ വേണം. സപ്ലൈ പ്രഷർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പറിനെ നമ്മൾ ഒരു സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇവിടെ സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഒരറ്റത്ത് ഒരു അയൺ കോർ വെച്ചിട്ടുണ്ട്. ഇത് അയൺ കോർ ആണ്. ഇത് അയൺ കോർ അല്ലെങ്കിൽ അയൺ പീസ് ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അതായത് ഇതിലെ ഈ കോയിലിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ അയൺ കോർ മാഗ്നറ്റ് ആയിട്ട് മാറുകയും മുകളിലുള്ള ഈ ഫ്ലാപ്പറിനെ താഴേക്ക് വലിക്കുകയും ചെയ്യും. അതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒന്നുകൂടി പറയാം. ഇതിലെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഈ അയൺ കോർ മാഗ്നറ്റ് ആയിട്ട് മാറുകയും മാഗ്നറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ഫ്ലാപ്പറിനെ താഴേക്ക് വലിക്കും. ഇത് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ഫ്ലാപ്പറിന്റെ കുറച്ച് അടഞ്ഞു പോകും. നമുക്കറിയാം ഇത് താഴേക്ക് കുറച്ച് വന്ന് അടയും. അതേ അടയില്ല, വളരെ കുറച്ച് മാത്രമേ മൂവ് ചെയ്യുള്ളൂ, കാരണം കറണ്ട് വളരെ കുറവാണ്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ പ്രകാരം
4 മില്ലി ആംപിയർ നമ്മൾ ഇൻപുട്ട് ചെയ്യാന്ന് വിചാരിക്കുക. 4 മില്ലി ആംപിയർ 4 മില്ലി ആംപിയറിൽ ഇത് പാസ് ചെയ്യുമ്പോൾ ഇത് മാഗ്നറ്റ് ആയിട്ട് മാറുകയും കുറച്ച് ഇതിനെ അട്രാക്ട് ചെയ്യുകയും ചെയ്യും. കാരണം മാഗ്നറ്റൈസേഷൻ വളരെ കുറവായിരിക്കും, കാരണം 4 മില്ലി ആംപിയറേ ഉള്ളൂ. ഇതിന് താഴേക്ക് അട്രാക്ട് ചെയ്യുമ്പോൾ ഇത് കുറച്ച് താഴോട്ടേക്ക് വരും. കുറച്ച് താഴോട്ടേക്ക് വരുമ്പോൾ ഇവിടെയുള്ള ഈ പ്രഷർ കംപ്ലീറ്റ് കൂടുതലും പുറത്തിലെ ലീക്കായി പോയി ബാലൻസ് 3 PSI മാത്രം നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. കാരണം ഇത് കുറേ മുകളിലാണുള്ളത്, കുറേ ഇതിൽ ലീക്കായി പോയി താഴേക്ക് കിട്ടുക 3 PSI ആണ്. ഇനി നമ്മളിവിടെ 5 മില്ലി ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടി താഴ്ന്നു വരും. കാരണം അത്രയും മാഗ്നറ്റൈസേഷൻ കൂടി 5 മില്ലി ആംപിയർ കൊടുത്ത മാഗ്നറ്റൈസേഷൻ കൂടി കുറച്ചും കൂടി താഴേക്ക് വരും. കുറച്ചും കൂടി താഴേക്ക് വരുമ്പോൾ ഇത് കുറച്ചും കൂടി അടയും. അപ്പോൾ 3ക്ക് പകരം 4 PSI കിട്ടും. അങ്ങനെ ഇവിടെ 10 മില്ലി ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല മാഗ്നറ്റൈസേഷൻ സംഭവിച്ചു കൂടുതൽ ഇങ്ങോട്ട് താഴേക്ക് വരും. കൂടുതൽ താഴേക്ക് വരുന്നത് കൂടുതൽ അടയും പ്രഷർ അതിനനുസരിച്ച് 10 PSI അല്ലെങ്കിൽ 7 PSI ഒക്കെ ആയിട്ട് മാറും. എപ്പോഴാണോ 20 മില്ലി ആംപിയർ ഇവിടെ അപ്ലൈ ചെയ്യുന്നത്, 20 മില്ലി ആംപിയർ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് മാക്സിമം താഴേക്ക് വരും. മാക്സിമം താഴേക്ക് വരുമ്പോൾ ഈ കൊടുക്കുന്നതിന്റെ 20 PSI കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 PSI പുറത്തേക്ക് പോകും, ബാക്കി 15 PSI താഴേക്ക് വരും. ഈ രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു എൻറ്റയർ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ, I2P കൺവേർട്ടർ എന്ന് പറയും. വർക്കിംഗ് ഒരിക്കൽ കൂടി പറയാം. കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ, I2P കൺവേർട്ടർ. ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഫ്ലാപ്പർ നോസിൽ സിസ്റ്റമാണ്. നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച ഫ്ലാപ്പർ നോസിൽ സിസ്റ്റം. അതിൽ ഫ്ലാപ്പർ ഇത് അവിടെ കാണുന്നുണ്ട്. ഇതാണ് ഫ്ലാപ്പർ. നോസിൽ ഇവിടെ ഉണ്ട്. നോസിൽ ഇതിൽ സപ്ലൈ പ്രഷർ 20 PSI നമ്മൾ കൊടുക്കണം. ഇത് നമ്മൾ കൊടുക്കുന്ന സപ്ലൈ പ്രഷറാണ്. ഇത് ഫ്ലാപ്പർ ഒരു സ്പ്രിങ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അറ്റത്ത് ഒരു അയൺ പീസ് വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു അയൺ കോറും അതിലെ കറണ്ട് പാസ് ചെയ്യാനുള്ള സെറ്റപ്പും കൂടി വെച്ചിട്ടുണ്ട്. ഇത് ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 4 to 20 മില്ലി ആംപിയർ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ 3 to 15 PSI പ്രഷർ വരണം. അതാണ് നമ്മുടെ എയിം. ഇവിടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ മാഗ്നറ്റൈസേഷൻ സംഭവിക്കും. കറണ്ട് ഇതിലെ പാസ് ചെയ്യുമ്പോൾ ഈ അയൺ കോർ മാഗ്നറ്റ് ആയിട്ട് മാറും. അപ്പോൾ മുകളിലുള്ള ഈ അയൺ പീസിനെ താഴേക്ക് അട്രാക്ട് ചെയ്യും. അട്രാക്ട് ചെയ്യുമ്പോൾ ഇത് ഈ വാൽവ് കുറച്ച് ഈ ഒരു ഫ്ലാപ്പർ താഴേക്ക് വരുന്നതുകൊണ്ട് കുറച്ച് അടഞ്ഞു പോകും. കുറച്ച് അടയുമ്പോൾ ഇവിടെ താഴോട്ടേക്ക് ഈ കൊടുക്കുന്ന പ്രഷറിന്റെ കുറെ ലീക്കായി പോയി ബാക്കി താഴേക്ക് വരും. 4 മില്ലി ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ടേക്ക് നമുക്ക് 3 PSI 20 മില്ലി ആംപിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അടയുന്നത് കൊണ്ട് കുറച്ച് ലീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, കൂടുതൽ താഴേക്ക് വരും. 15 PSI നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ 4 to 20 മില്ലി ആംപിയർ വേരിയേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ടിൽ നമുക്ക് 3 to 15 PSI കിട്ടുന്ന ഈ ഡിവൈസിന് പറയുന്ന പേരാണ് കറണ്ട് ടു പ്രഷർ കൺവേർട്ടർ. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഡിവൈസ് ആണ് ന്യൂമാറ്റിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ബൂസ്റ്റർ റിലേ. സിലബസിൽ ബൂസ്റ്റർ റിലേ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ന്യൂമാറ്റിക് ആംപ്ലിഫയർ എന്ന ടെക്നിക്കൽ ടേം ആണ്, പക്ഷെ നമ്മൾ ബൂസ്റ്റർ റിലേ എന്നാണ് സിലബസ് പറഞ്ഞിരിക്കുന്നത്. എക്സാമിന് ചോദിക്കുക ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ബൂസ്റ്റർ റിലേ എന്നായിരിക്കും. അപ്പോൾ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ആംപ്ലിഫയർ എന്ന് ഇവിടെ പേരുണ്ട്. ന്യൂമാറ്റിക് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ പ്രഷർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുന്ന ഡിവൈസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് പ്രഷർ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളത്? ഇത് റിവേഴ്സ് ആക്ടിങ് ആണ്. സിഗ്നൽ പ്രഷർ കൂടുമ്പോൾ ഔട്ട്പുട്ട് കുറയാണ് ചെയ്യുക, സിഗ്നൽ കുറയുമ്പോൾ ഔട്ട്പുട്ട് കൂടുകയാണ് ചെയ്യുക. റിവേഴ്സ് ആക്ടിങ് ആണ്. ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് എയർ സപ്ലൈ താഴേക്ക് കൊടുക്കുക. കോൺസ്റ്റന്റ് എയർ ആണ് കാണിച്ച് ഇതിലെ എയർ ഹൈ പ്രഷർ താഴോട്ടേക്ക് വരുന്നു. കോൺസ്റ്റന്റ് എയർ പ്രഷർ. ആ എയർ പ്രഷർ നമുക്ക് ഇതിൽ ഇങ്ങോട്ടേക്ക് കിട്ടും. ഇവിടെ ഉള്ള പ്രഷർ നമുക്ക് പുറത്തേക്ക് ഔട്ട്പുട്ട് പ്രഷറായിട്ട് കിട്ടും. ഈ ഔട്ട്പുട്ടിലാണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്ത് വേണ്ടത്. ഔട്ട്പുട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. ഇതിലെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കുറെ ഇതിലേക്ക് ലീക്ക് ആകുന്നുണ്ട്, ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രഷറാണ് കുറെ ഇങ്ങോട്ടേക്ക് എത്തും, കുറച്ച് ഇതിലെ പുറത്തേക്ക് ലീക്ക് ആവുകയും ചെയ്യും, കുറച്ച് ഇങ്ങോട്ടും പോകും. അപ്പൊ നമ്മളിവിടെ ഒരു ചെറിയ സിഗ്നൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ 3 to 15 PSI പോലെ ഒരു ചെറിയൊരു പ്രഷർ നമ്മൾ ഇവിടെ കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇത് ഡയഫ്രം ആണ്. ഈ ഡയഫ്രം ഈ യൂണിറ്റിനെ മുകളിലേക്ക് തള്ളും. മുകളിലേക്ക് തള്ളുമ്പോൾ ഇത് കുറച്ച് ക്ലോസ് ആയി പോകും. കുറച്ച് ക്ലോസ് ആയി പോകുമ്പോൾ ഇതിലേക്ക് വരേണ്ട ഔട്ട്പുട്ടിലേക്ക് വരേണ്ട പ്രഷറിന്റെ അളവ് കുറച്ച് കുറയും. ഇനിയും നമ്മൾ സിഗ്നൽ പ്രഷർ പിന്നെയും കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ ഔട്ട്പുട്ട് പ്രഷർ ഇതിലേക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന പ്രഷറിന്റെ അളവ് കുറയും. എന്ന് പറഞ്ഞാൽ സിഗ്നൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രഷറിന്റെ അളവ് കുറഞ്ഞു വരും.
ഇതിനാണ് നമ്മൾ ന്യൂമാറ്റിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ബൂസ്റ്റർ റിലേ എന്ന് പറയുന്നത്. ഇത് റിവേഴ്സ് ആക്ടിംഗ് ആണ്. സിഗ്നൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. സിഗ്നൽ പ്രഷർ കൂടുമ്പോൾ ഔട്ട്പുട്ട് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് റിവേഴ്സ് ആക്ടിംഗ് എന്ന് പറയുന്നത്. ഇതുകൂടി ഞാൻ വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നമുക്ക് എയർ സപ്ലൈ വേണം, സപ്ലൈ പ്രഷർ വേണം. സപ്ലൈ പ്രഷർ ഇതിലെ വന്ന് താഴോട്ടേക്ക് വന്ന് കുറേ ഇങ്ങോട്ടേക്ക് പോകും, കുറച്ച് ഇതിലെ ലീക്ക് ആവും. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ടിലെ പ്രഷർ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഒരു സിഗ്നൽ പ്രഷർ ഉണ്ട്. 3 to 15 PSI സിഗ്നൽ പ്രഷർ ഉണ്ട്. ഒരു 3 PSI നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയഫ്രം ഇതിനെ മുകളിലേക്ക് തള്ളും. മുകളിലേക്ക് തള്ളുമ്പോൾ ഇത് കുറച്ച് ക്ലോസ് ആവും. കുറച്ച് ക്ലോസ് ആകുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന പ്രഷറിന്റെ അളവ് കുറച്ച് കുറയും. നേരത്തെ വരുന്നതിനേക്കാൾ കുറച്ച് കുറയും ഔട്ട്പുട്ട് പ്രഷർ. അപ്പോൾ ഇവിടെ സിഗ്നൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. മാക്സിമം സിഗ്നൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഇവിടെ ബ്ലോക്ക് ആയി പോയിട്ട് ഔട്ട്പുട്ടിൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഒരു റിവേഴ്സ് ആക്ടിംഗ് ഉള്ള ന്യൂമാറ്റിക് ആംപ്ലിഫയർ ആയിട്ട് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താം. സിഗ്നൽ പ്രഷർ കൂടുന്നതിനനുസരിച്ച് ഈ ഔട്ട്പുട്ട് പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അതിനുള്ള കാരണം സിഗ്നൽ പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് ഡയഫ്രം മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇത് ഇവിടെ വന്ന് ക്ലോസ് ആയി പോകുന്നതാണ്. ഇതിനാണ് നമ്മൾ ന്യൂമാറ്റിക് ആംപ്ലിഫയർ അല്ലെങ്കിൽ ബൂസ്റ്റർ റിലേ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രഷർ റെഗുലേറ്റർ ആണ്. വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഡിവൈസസുകളിൽ ഒന്നാണ് പ്രഷർ റെഗുലേറ്റർ. അത് നമ്മൾ കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷറിനെ നമ്മൾ ഡിവൈസിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിനെ ലോ പ്രഷർ ആക്കി മാറ്റണം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു 50 PSI ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊരു 20 PSI ആക്കിയൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള ഉപയോഗിക്കുന്ന ഡിവൈസസുകൾക്ക് പറയുന്ന പേരാണ് പ്രഷർ റെഗുലേറ്റർ. നമുക്ക് ആവശ്യമുള്ള പ്രഷറിലേക്ക് ഇൻപുട്ട് പ്രഷറിനെ കൺട്രോൾ ചെയ്ത് റെഗുലേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു എൻറ്റയർ സെറ്റപ്പാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം ഇത് വാൽവാണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് വാൽവ് യൂണിറ്റ്. വാൽവിന്റെ പ്രധാന ഭാഗം നമുക്കറിയാം. വാൽവിന്റെ പ്ലഗ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് വാൽവ് പ്ലഗും ഈ കാണിച്ചിരിക്കുന്ന വാൽവ് സീറ്റും ആണ്. നമ്മൾ പഠിച്ചതാണ്. ഇത് വാൽവ് പ്ലഗ് ആൻഡ് വാൽവ് സീറ്റ്. ഇവിടെ ഒരു സ്പ്രിങ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിങ് ആണ്. ശ്രദ്ധിക്കുക, സ്പ്രിങ്. ഇതാണ് സ്പ്രിങ്. ഈ കാണിച്ചിരിക്കുന്ന ഡയഫ്രം ആണ്. ഇതാ ശ്രദ്ധിക്കുക, ഡയഫ്രം ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡയഫ്രം. ഇത് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എത്ര പ്രഷർ വേണം എന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. തിരിച്ച് തിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ടിൽ ഇവിടെ ഇത് സ്ക്രൂ ആണ്. സ്ക്രൂ തിരിക്കുമ്പോഴാണ് ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. റെഗുലേറ്റഡ് പ്രഷർ ഔട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ്. ഇവിടെ നമ്മൾ ഹൈ പ്രഷർ ഇൻപുട്ട് ചെയ്യണം. ഇതുകൂടി പറയാം. പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഹൈ പ്രഷർ നമ്മൾ ഇൻപുട്ട് ചെയ്യണം. കംപ്രസറിൽ നിന്ന് വരുന്ന ഹൈ പ്രഷർ അതിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്ത് ചെറിയ പ്രഷർ ആയിട്ട് ഇങ്ങോട്ടേക്ക് എടുക്കണം. അതാണ് നമ്മുടെ എയിം. ഇതിന് പ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് വാൽവാണ്. വാൽവിന്റെ പ്ലഗ് ഇവിടെ ഉണ്ട്, ബോഡി ഇവിടെ ഉണ്ട്. പ്ലഗ് ഇവിടെ ഉണ്ട്, സീറ്റ് ഇവിടെ ഉണ്ട്. ഇതാണ് വാൽവ്. ഈ വാൽവിനെ ഒരു ഡയഫ്രത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്നതാണ് ഡയഫ്രം. ഡയഫ്രത്തിന്റെ മുകളിലായിട്ട് സ്പ്രിങ് വെച്ച് ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ കാണിച്ചിരിക്കുന്ന സ്പ്രിങ് ആണ്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ആണ് ഈ കാണിച്ചിരിക്കുന്ന സ്ക്രൂ. താഴേക്കോ അല്ലെ മുകളിലേക്കോ നമുക്ക് ഈ ഒരു സ്റ്റെമ്മിനെ മുകളിലേക്കോ താഴേക്കോ കൊണ്ടുപോകാനുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ആണ് ഈ സ്ക്രൂ. ഇനി സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് നമ്മളിവിടെ ഹൈ പ്രഷർ വരുമ്പോൾ ഈ ഹൈ പ്രഷർ ഈ വാൽവ് പകുതി ക്ലോസ് ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ. കുറച്ച് ഡയഫ്രത്തിനെ മുകളിലേക്ക് തള്ളും. എല്ലാം കൂടിയായി ഇവിടെ പുറത്തേക്ക് കുറച്ച് പ്രഷർ വരും. ഈ പുറത്തേക്ക് വരുന്ന പ്രഷറിന്റെ അളവ് കുറക്കാൻ നമ്മൾ ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം വഴി ഇത് കുറച്ച് ക്ലോസ് ചെയ്താൽ മതി. കുറച്ച് ക്ലോസ് ചെയ്യുമ്പോഴേക്കും ഔട്ട്പുട്ടിലേക്ക് വരുന്ന പ്രഷറിന്റെ അളവ് നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് കൺട്രോൾ ചെയ്യുന്നതാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇതാണ് ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. ഒരിക്കലും പറയാം ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈ പ്രഷർ കൊടുക്കും. ഹൈ പ്രഷറിനെ ഒരു ലോ പ്രഷറാക്കി കൺവേർട്ട് ചെയ്യണം, റെഗുലേറ്റ് ചെയ്തെടുക്കണം. റെഗുലേറ്റ് ചെയ്യാനുള്ള അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഇവിടെ ഉണ്ട്. നമ്മളിവിടെ ഹൈ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ വാൽവ് ഉള്ളത് കൊണ്ട് വാൽവ് കുറെ പ്രഷർ റെസ്ട്രിക്ട് ചെയ്ത് കുറച്ച് പ്രഷർ മാത്രം ഇങ്ങോട്ടേക്ക് കടത്തി വിടും. കുറെ ഡയഫ്രം മുകളിലേക്ക് തള്ളും. എന്നിട്ട് കുറച്ച് പ്രഷർ മാത്രം ഇങ്ങോട്ട് കടത്തി വിട്ട് ഒരു സ്റ്റേബിൾ ഔട്ട്പുട്ട് നമുക്ക് തരും. ഈ കിട്ടുന്ന ഔട്ട്പുട്ട് ഇനിയും കുറക്കണമെങ്കിൽ നമ്മൾ ഈ സ്ക്രൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഈ സ്റ്റെമ്മിനെ അല്ലെങ്കിൽ ഈ പ്ലഗിനെ കുറച്ച് മുകളിലേക്ക് ഉയർത്തിയാൽ മതി. ആ മുകളിലേക്ക് ഉയർത്താനുള്ള മെക്കാനിസം ആണ് ഈ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. സ്ക്രൂ തിരിക്കുമ്പോൾ ഇത് മുകളിലേക്ക് പോകും. ഇത് കുറച്ചുകൂടി ക്ലോസ് ആവും. ക്ലോസ് ആവുമ്പോൾ ഈ ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന പ്രഷറിന്റെ അളവ് കുറച്ച് കുറയും. ഇങ്ങനെ ഈ ഔട്ട്പുട്ടിലേക്ക് ഉള്ള ഈ പ്രഷറിനെ നമുക്ക് റെഗുലേറ്റ് ചെയ്യുന്ന ഈ എൻറ്റയർ മെക്കാനിസം ആണ്
പ്രഷർ റെഗുലേറ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡിവൈസ് വാൽവ് പൊസിഷണർ ആണ്. വാൽവ് പൊസിഷണർ വായിച്ചു നോക്കുക. വാൽവ് പൊസിഷണർ ഈസ് യൂസ്ഡ് ടു കറക്റ്റ് വേരിയേഷൻ ഇൻ ദി പൊസിഷൻ ഓഫ് വാൽവ്. Variation can be as a result of change in packing friction due to dirt, lack of lubrication, or correction, or due to non-linearities in the dynamics of actuator. Process can be slow due to various lags and deadband, and the valves connected to actuators need not function on time. In such a situations, a valve positioner is of high importance. Valve positioner is a very sensitively tuned proportional controller. It calculates stem position, compares with set point controller output, gives a proportional corrective action so that stem of valve moves to correct position. അതിനൊരു എക്സാമ്പിൾ ആണ് ഇലക്ട്രോണിക് വാൽവ് പൊസിഷണർ. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വാൽവ് പൊസിഷണർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വാൽവ് പൊസിഷണർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ പഠിച്ച കൺട്രോളറുകളിലൊക്കെ നമ്മൾ കൺട്രോളറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് വെച്ചിട്ടാണ് നമ്മൾ വാൽവ് കൺട്രോൾ ചെയ്യുക. ഫോർ എക്സാമ്പിൾ സോളിനോയിഡ് വാൽവ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഗ്ലോബ് വാൽവ്. ഗ്ലോബ് വാൽവ് ഒക്കെ അടയുന്നത് നമ്മൾ പറഞ്ഞതാണ്. സ്റ്റെമ്മ് താഴോട്ടേക്ക് വരുമ്പോഴാണ് ഗ്ലോബ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുക. ഒന്നുകിൽ അടയുക അല്ലെങ്കിൽ തുറക്കുക, വാൽവ് ഓപ്പണിംഗ് അല്ലെങ്കിൽ ക്ലോസിങ്. പക്ഷെ കൺട്രോളറിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് കൊണ്ട് ആക്ച്വേറ്റർ വാൽവിനെ ക്ലോസ് ചെയ്യും. പക്ഷെ അത് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, നമ്മൾ വിചാരിച്ച അളവിൽ തന്നെ അത് ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമുക്കില്ല. ആ ഒരു മെക്കാനിസമാണ് ഇലക്ട്രോണിക് വാൽവ് പൊസിഷണർ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഈ വാൽവ്, ഈ കൺട്രോൾ വാൽവിനെ കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യാൻ നേരെ കൺട്രോളർ എന്നുള്ള ഔട്ട്പുട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. ആക്ച്വേറ്റർ ആണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ഈ സ്റ്റെമ്മിന്റെ പൊസിഷൻ എത്രയാണെന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ, തുരുമ്പ് പിടിച്ചിട്ടോ മറ്റോ കാരണവശാൽ ആക്ച്വേറ്റർ കൃത്യമായിട്ട് ഇതിനെ പൊസിഷൻ ചെയ്യിക്കണം എന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ആ പൊസിഷൻ, ഏത് പൊസിഷനിലാണ് ഇപ്പോൾ കൺട്രോൾ വാൽവ് നിൽക്കുന്നതെന്ന് ഫീഡ്ബാക്ക് ചെയ്ത് നമുക്ക് വേണ്ടതുമായിട്ട് കമ്പയർ ചെയ്ത് വീണ്ടും കറക്റ്റീവ് ആക്ഷൻ ഇവിടത്തേക്ക് കൊടുക്കുന്ന ഈ മെക്കാനിസത്തിന് പറയുന്ന പേരാണ് വാൽവ് പൊസിഷണർ എന്നുള്ളത്. ഒന്നുകൂടി വ്യക്തമായിട്ട് പറയാം. ഈ ഡയഗ്രം കണ്ടാൽ മനസ്സിലാവും. ഇതൊരു കൺട്രോളറിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഈ വാൽവ് നിൽക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. ഒരു പൊസിഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നു. പക്ഷെ ഇത് നിന്നിരിക്കുന്ന നമുക്ക് വേണ്ട പൊസിഷൻ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമുക്കില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ ഈ ഒരു സ്റ്റെമ്മിന്റെ പൊസിഷൻ ഫീഡ്ബാക്ക് ചെയ്യും. പൊസിഷൻ നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ട് കൺട്രോളറിലേക്ക് കൊടുക്കും, ഈ പൊസിഷൻ കറക്റ്റ് ആണോ നോക്കാൻ. കറക്റ്റ് അല്ല എങ്കിൽ ഇതിന്റെ പൊസിഷൻ ഇത് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യും. ആ ഒരു മെക്കാനിസം ആണ് വാൽവ് പൊസിഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. ന്യൂമാറ്റിക് വാൽവ് പൊസിഷണർ ഉണ്ട്, ഇലക്ട്രോണിക് വാൽവ് പൊസിഷണർ ഉണ്ട്. ഇതൊരു ഇലക്ട്രോണിക് വാൽവ് പൊസിഷണർ ആണ്. അത് ആക്ച്വേറ്റ് ഒന്നുകൂടി പറയാം, ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഒരിക്കലും പറയാം. ശരിക്കും ഒരു വാൽവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് സ്റ്റെമ്മ് നിൽക്കുന്ന പൊസിഷൻ അല്ല, പ്ലഗ് നിൽക്കുന്ന ഒരു പൊസിഷൻ ഉണ്ടാവും. ആ പൊസിഷൻ അനുസരിച്ചാണ് അതിന്റെ കൺട്രോൾ വാൽവിലൂടെ വാട്ടറിന്റെ ഫ്ലോ ഉണ്ടാവുന്നത്. അത് നമ്മൾ കൊടുക്കുന്നത് തന്നെ നമ്മൾ വിചാരിച്ച പൊസിഷനിൽ തന്നെ അത് വന്നിട്ടുണ്ടോ എന്ന് നോക്കുന്ന മെക്കാനിസം നമുക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ള മോണിറ്റർ ചെയ്യുന്ന മെക്കാനിസം ആണ് ഇലക്ട്രോണിക് വാൽവ് പൊസിഷണർ. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വാൽവിന്റെ പൊസിഷൻ മെഷർ ചെയ്യും. ഇത് അവിടുന്ന് മെഷർ ചെയ്യും. ഏതെങ്കിലും മെക്കാനിസം ഉപയോഗിച്ചിട്ട് വാൽവിന്റെ പൊസിഷൻ മെഷർ ചെയ്തിട്ട് കൺട്രോളറിലേക്ക് കൊടുക്കും. കറക്റ്റ് പൊസിഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്തിക്കാനുള്ള മെക്കാനിസം ആണ് ഈ ഒരു എൻറ്റയർ വാൽവ് പൊസിഷണർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അതിലുള്ളത്. ഇനി ഒരു ലാസ്റ്റ് അത്രയും കാര്യങ്ങൾ മതി. ഇത്രയും ഡിവൈസസുകൾ കൂടെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതണം. ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പൊ തന്നെ വാട്സപ്പ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ 3rd യൂണിറ്റ് കഴിഞ്ഞു.
തേർഡ് യൂണിറ്റ് എനിക്ക് കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ഒരു ചെറിയ സെക്ഷൻ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ തേർഡ് യൂണിറ്റും ഫസ്റ്റ് യൂണിറ്റും കഴിഞ്ഞു. നിങ്ങൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. അതിൻ്റെ ആ വീഡിയോ, ആദ്യത്തെ 3 വീഡിയോ ശ്രദ്ധിക്കുക, തന്നിട്ടുണ്ട്. പ്രോസസ് കൺട്രോളിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ വീഡിയോ, അതും നമ്മൾ ഇതിൻ്റെ 4 വീഡിയോ കൂടി, ആകെ 7 വീഡിയോ ഉണ്ടാവും. 7 വീഡിയോ നോക്കിയിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്ത് നോട്ട് പ്രിപ്പയർ ചെയ്യണം. ഫസ്റ്റ് യൂണിറ്റിൻ്റെ നോട്ട് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എക്സാമിൻ്റെ കാര്യം മറക്കണ്ട. കഴിഞ്ഞ ക്ലാസ് വരെയുള്ളതാണ് എക്സാമിന് ഇടുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് വരെയുള്ള ഫസ്റ്റ് ആ 3 എണ്ണം. അപ്പോൾ ഇതുവരെ ആകെ 7 വീഡിയോ ഉണ്ടാവും, ഇന്നത്തെ വീഡിയോ ഉൾപ്പെടെ. ആ 7 വീഡിയോ നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം, പഠിക്കാനുള്ളതാണ്. അതിൻ്റെ ലിങ്ക് എടുത്തു വെക്കുക. നോട്ട് ഫസ്റ്റ് യൂണിറ്റിന് നോട്ട് പ്രിപ്പറേഷൻ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതോടെ സ്റ്റോപ്പ് ചെയ്യാം.